നമസ്കാരം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാന ഘട്ടത്തിൽ. പത്രിക സമർപ്പിച്ച KC വേണുഗോപാലും രാജീവ് ചന്ദ്രശേഖരും അടക്കമുള്ളവർ. വയനാട്ടിൽ റോഡ് ഷോയുമായി K സുരേന്ദ്രൻ. മാസപ്പടിയിൽ നിലപാട് മാറ്റി മാത്യു കുഴൽനാടൻ. വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറി. കോടതി നേരിട്ട് അന്വേഷിക്കണമെന്ന ആവശ്യം. ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കാൻ വിജിലൻസ് കോടതി. ഹർജിയിൽ ഏപ്രിൽ 12-ന് വിധി പറയും. കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി. സ്വന്തം പതാക പോലും ഉയർത്തിക്കാട്ടാൻ കഴിയാത്ത പാർട്ടിയായി കോൺഗ്രസ്. ജീവത്യാഗം ചെയ്ത ദേശാഭിമാനികളെ കോൺഗ്രസ് മറന്നു. ലീഗിന്റെ വോട്ട് വേണം, പതാക പറ്റില്ലെന്ന നിലപാട് ഭീരുത്വമെന്ന് മുഖ്യമന്ത്രി. അരുണാചലിൽ മരിച്ച 3 മലയാളികളുടെയും മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. ഭാര്യയെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തി നവീൻ ജീവനൊടുക്കിയെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ബ്ലാക്ക് മാജിക് ബന്ധത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. തൃശൂരിൽ TTയുടെ കൊലപാതകത്തിൽ റിമാൻഡ് റിപ്പോർട്ട് പുറത്ത്. കൊലപാതകം കരുതിക്കൂട്ടിയെന്ന റിപ്പോർട്ടിൽ. വിനോദിനെ തള്ളിയിട്ടതിന് കാരണം പിഴയിട്ടതിന്റെ വൈരാഗ്യം. കോഴിക്കോട് ട്രെയിനിൽ TTയെ ആക്രമിച്ച ഭിക്ഷക്കാരൻ. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് 400 രൂപ വർദ്ധിച്ച 51,680 രൂപയായി. 2 ദിവസത്തിനിടെ വർദ്ധിച്ചത് 1000 രൂപ. അതിന്